പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു അവകാശവാദം കൂടി പൊളിയുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നുവെന്നും ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് നിർബാധം സഞ്ചാരപഥം ഒരുങ്ങുന്നു എന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായപ്പോഴാണ് മോഡിയുടെ പ്രസ്താവനയുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി കൈകാര്യം ചെയ്തതിന് തന്റെ സർക്കാർ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ കാതൽ. തന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച നടപടികൾ അഭൂതപൂർവം എന്ന വിശേഷണത്തിന് അർഹമാണെന്നും ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങൾ പ്രതിസന്ധിയില്ലാതെ കടന്നുപോകാൻ പര്യാപ്തമായി പ്രതിപക്ഷം കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയും രാഷ്ട്രീയ നേട്ടത്തിനായി മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. കൃത്യമായി വിലയിരുത്തിയും ഫലപ്രദമായ തന്ത്രം രൂപപ്പെടുത്തിയും വിഭവങ്ങളുടെ സന്തുലിത വിതരണവും ഉപഭോഗവും ഉറപ്പാക്കിയുമാണ് പ്രതിസന്ധി മറികടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംഘർഷം കാരണം പല പ്രധാന സമ്പദ് വ്യവസ്ഥകളും ഊർജ പ്രതിസന്ധിയിൽ അകപ്പെട്ടുവെങ്കിലും ഇന്ത്യ അതിന്റെ ആഘാതത്തിൽ നിന്ന് ഏറെക്കുറെ രക്ഷപ്പെട്ടെന്നും വിദൂര ഗ്രാമങ്ങളിൽ പോലും തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കിയെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗാർഹിക സിലിണ്ടറിന് 2000 രൂപയാകുമെന്ന് കരുതിയിരുന്നുവെന്നും അതുണ്ടായില്ലെന്നുമുള്ള സാങ്കല്പിക ആഖ്യാനം സൃഷ്ടിച്ചാണ് പ്രധാനമന്ത്രി തന്റെ അവകാശവാദം സ്ഥാപിക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് 1200-ലധികം രൂപ വർദ്ധിപ്പിച്ചെന്ന കാര്യം അദ്ദേഹം മറച്ചുവെച്ചു. ഗാർഹിക സിലിണ്ടറിനും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കും വില വർധന വരുത്തിയ കാര്യവും വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നതും അദ്ദേഹം പരാമർശിച്ചതേയില്ല. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടായതിന്റെ ആശ്വാസത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ അവകാശവാദങ്ങൾ. എന്നാൽ വെടിനിർത്തൽ കരാർ തെറ്റുകയും വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ധനവില ഉയരുകയാണ്, വിതരണം താറുമാറാവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതെന്തായാലും പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമല്ലെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റേതായി പുറത്തു വന്നിരിക്കുന്നത്. പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ചില്ലറ വിലക്കയറ്റം ജൂണിൽ 4.38% വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന 4% എന്ന ശരാശരി പരിധിക്ക് മുകളിലാണ് ഈ നിരക്ക്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയെന്ന റിപ്പോർട്ടിലെ പരാമർശവും പ്രധാനമന്ത്രിയുടെ അവകാശം അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ്. മെയ്യിൽ 3.93% ഉപഭോക്തൃ വില സൂചികയാണ് ജൂണിൽ 4.38% ഉയർന്നത്. കഴിഞ്ഞ മാസത്തെ 4.78 നിന്ന് 5.32% ഭക്ഷ്യവിലക്കയറ്റം കുതിച്ചത്. വിലക്കയറ്റത്തിന്റെ ദേശീയ ശരാശരി 4.38% ഗ്രാമീണ മേഖലകളിൽ ഇത് 4.74, നഗരങ്ങളിൽ 3.92%. ഇവിടെ പ്രത്യേകം പരിഗണിക്കേണ്ട മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അത് ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ 2026-27 കാലയളവിൽ പ്രതീക്ഷിത വിലക്കയറ്റ നിരക്ക് 4.6 നിന്ന് 5.1% RBI പുനർനിർണയിച്ചിരുന്നു എന്നതാണ്. അതിലും നിലനിർത്താനായില്ലെന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. വരും മാസങ്ങളിൽ ഇനിയും വില ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പും സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. എന്നു മാത്രമല്ല, രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയുമാണ്. US ഡോളറിനെതിരെ 96 രൂപയിലേക്ക് ദുർബലമാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച 95.85 എന്ന താഴ്ന്ന നിരക്കിലെത്തിയിരുന്നു. ജൂണിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധി തടയുന്നതിന് കേന്ദ്ര നയങ്ങൾ സഹായകമായി എന്ന അവകാശവാദം ഏത് മാനദണ്ഡ പ്രകാരമാണ് മോഡി അവകാശപ്പെട്ടത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. കൂടാതെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തുടർന്ന് ഭക്ഷ്യവിളകളിൽ ഉണ്ടായേക്കാവുന്ന ഉൽപാദനക്കുറവും വിലക്കയറ്റത്തിന് മറ്റൊരു കാരണമാകുമെന്ന പ്രവചനവും ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രതിവിധിയായി ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തി പാവപ്പെട്ടവർക്കുള്ള ഭക്ഷ്യവിഹിതം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നുവെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളും ആസൂത്രണമില്ലായ്മയുമാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം. അതുകൊണ്ട് വാചാടോപങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ മൂടിവെക്കാനാകില്ലെന്നും ഫലപ്രദമായ നടപടികളാണ് പ്രശ്ന പരിഹാരത്തിന് ആവശ്യമെന്നുമുള്ള യാഥാർത്ഥ്യം പ്രധാനമന്ത്രി മോഡിയും കേന്ദ്ര സർക്കാരും തിരിച്ചറിയണം.